ബോബി ചെമ്മണ്ണൂർ തൽക്കാലം കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ തുടരും. ബോച്ചയുടെ ഹൈക്കോടതിയിലെ ജാമ്യ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് ഹൈക്കോടതി ജഡ്ജി മാറ്റി. എന്താ ഇത്ര ധൃതി? എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. കാത്തിരിക്കൂ, ക്ഷമിക്കൂ, കാത്തിരിക്കൂ. ചൊവ്വാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. പ്രഗത്ഭ അഭിഭാഷകനായ ബി രാമൻപിള്ളയാണ് ബോബിക്ക് ചെമ്മണ്ണൂറിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അപ്പോൾ ജസ്റ്റിസ് ചോദിച്ചു, എന്താ ഇവിടെ എന്ന് ബി രാമൻപിള്ളയോട് ചോദിക്കുന്നു. രാമൻപിള്ള വളരെ വളരെ വലിയ ചില കേസുകളൊക്കെ ബാധിച്ച് വളരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് അഭിഭാഷകൻ. അപ്പം നമ്മൾ ഒരു നാട്ടിലൊരു ചൊല്ലുണ്ട്, അതായത് ഒരാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ നാവാണ്. സ്വന്തം നാവിനെ സൂക്ഷിക്കണം. ഒരാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ സ്വന്തം നാവാണ്, പറയുന്ന വാക്കുകൾ. അത് തെറ്റിപ്പോയാൽ പിന്നെ കൈവിട്ടു. അതാണിപ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുഭവിക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ബോബി ചെമ്മണ്ണൂരിന് ബോച്ചയുടെ ബിസിനസ്സുകൾ മുന്നോട്ട് പോകണം, കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനായി അദ്ദേഹത്തിന് സാധിക്കട്ടെ, അതിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളരെ വിപുലീകരിച്ച് മുന്നോട്ട് പോകട്ടെ, ഒട്ടേറെ പേർക്ക് അതിൻ്റെ ഗുണം കിട്ടട്ടെ. അദ്ദേഹം ഒത്തിരി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒക്കെ നമുക്കറിയാം. അതിനെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, ഒരാൾ അയാളുടെ നാവ് സൂക്ഷിക്കണം. നാവാണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു. ഈ കേസ് കണിറോസ് കൊടുത്തതിന് ശേഷവും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പല വാചകങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു, സോഷ്യൽ മീഡിയക്ക് വിട്ടുകൊടുത്തു. ആ നടിയെ, ഒരു സ്ത്രീ, ഒരു വ്യക്തിയാണ് അവരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പിന്നെയും അതിനെ കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്? ഈ കേസ് വന്നതിന് ശേഷവും പറഞ്ഞത്, ഞാൻ നടിയെന്നല്ലേ പറഞ്ഞത്, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. പോരെ? ബോച്ചയുടെ ഈ വാക്കുകൾ പോരെ? കേസ് വന്നതിന് ശേഷവും കണിറോസ് പരാതി കൊടുത്തതിന് ശേഷവും പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ യൂട്യൂബിലും മറ്റ് ചാനലുകളിലും കിടപ്പുണ്ട്, നോക്കിയാൽ. അപ്പോഴും തെറ്റുതിരുത്താൻ ബോച്ചയെ തയ്യാറാവുന്നില്ല. അവിടെയാണ് ഈ കേസിന്റെ ഗൗരവം എന്ന് പറയുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരാൾ പരസ്യമായിട്ട് ക്യാമറയിൽ പറയുകയാണ് ബോബി ചെമ്മണ്ണൂർ കേസിലെ പ്രതിയാക്കപ്പെട്ടതിനു ശേഷം. അത് ശരിയാണ്. അവിടെയാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രു തൻ്റെ സ്വന്തം നാവാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി അദ്ദേഹം ബാക്കി പറയുന്നുണ്ട് വീഡിയോയിൽ, ഞാൻ പറയുന്ന വാക്കുകളെ പലരും ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്റെ കുഴപ്പമാണോ? ട്വിസ്റ്റ് ചെയ്യാതിരിക്കാൻ വാക്കുകൾ പറയാൻ ആദ്യം പഠിക്കുക എന്നുള്ളത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ വ്യവസായികൾ, അറിയപ്പെടുന്ന സെലിബ്രിറ്റി, ആരുമായിക്കോട്ടെ. അപ്പം എൻ്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്യുന്നു പലരും. അങ്ങനെയാണ് ഈ വ്യാഖ്യാനം വരുന്നത്. ഞാൻ കുന്തിദേവി എന്ന് പറഞ്ഞു, അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. ഞാനെന്താണ് അതിനെ അപ്രീസിയേറ്റ് ചെയ്ത് പറഞ്ഞാണ്. കുന്തിദേവി ആയിട്ടൊരു സിനിമ, മഹാഭാരതത്തിൻ്റെ സീരിയലിൽ വന്ന ആ നടി കുന്തിദേവിയായിട്ട് അഭിനയിച്ച് അവരുമായിട്ട് കണിറോസിന് ഒരു സാമ്യമുണ്ട്, ഞാൻ അപ്രീസിയേറ്റ് ചെയ്തതാണ്. കുന്തിദേവി ഇതൊക്കെ പറയുമ്പോഴും മാറ്റിയിട്ട് വേറൊരു വാക്ക് അവിടെ ഇട്ടുകൊടുത്താൽ, ഒരക്ഷരം, വാക്കല്ല ഒരക്ഷരം, മാറ്റിയിട്ട് കുന്തിദേവിക്ക് മാറ്റിയിട്ട് വേറൊരു അക്ഷരം ഇട്ടുകൊടുത്താൽ അത് കൊളോയ്ക്കലായിട്ട് ആൾക്കാർക്ക് വ്യാഖ്യാനിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. അപ്പൊ ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നില്ല, അതായത് അബോധത്തിൽ അല്ല അബദ്ധത്തിൽ ചെയ്തു പോകുന്നതാണോ? ഇവിടെയാണ് ബോച്ചയെ പെട്ടുപോയത്. അതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. വാക്യത്തിൽ പ്രയോഗിക്കുക, പുള്ളി പറയുകയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളതുപോലെ ചില പ്രയോഗങ്ങൾ നടത്തും ഭാഷാപരമായിട്ട്. വാക്യത്തിൽ പ്രയോഗിക്കുക, സന്ധി, സമാസം, ചേരുംപടി ചേർക്കുക എന്നൊക്കെ പുള്ളി വീഡിയോയിൽ പറയുന്നുണ്ട് കേസ് വന്നതിന് ശേഷവും. അപ്പോഴും അദ്ദേഹത്തിന്റെ തെറ്റിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരു കുറ്റബോധം അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും രൂക്ഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ പറയുന്ന ഇതിനൊക്കെ അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത് 1 കൊല്ലം മുമ്പ് നടന്ന ഒരു ഉദ്ഘാടനമാണ്. അതായത് 2024 ഓഗസ്റ്റ് 7 കണ്ണൂർ ആലക്കോട്ടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഷോറൂം ഉദ്ഘാടനത്തിന് അതിൽ ഉദ്ഘാടകയായിട്ട് കണി റോസ് വരുന്നു, ബോച്ചയുടെ ജ്വല്ലറി. അവിടെ വെച്ച് തന്നെ ലൈംഗിക അധിക്ഷേപത്തിൽ ആ രീതിയിൽ വരാവുന്ന പ്രയോഗങ്ങൾ നടത്തി, ഈ കുന്തിദേവി പ്രയോഗം നടത്തി. ഹണി
നേരത്തെ ഞങ്ങൾ പറഞ്ഞ വിഷയമാണ്. ഹണി ഇല്ല, ഇപ്പൊ റോസേ തൽക്കാലം ഉള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഒരു നെക്ലേസ് ഹണി റോസിന്റെ അനുവാദം ഇല്ലാതെ തന്നെ ബോച്ചെ ഹണി റോസിന്റെ കഴുത്തിൽ അണിയിക്കുന്നു. എന്നിട്ട് ഇതിന്റെ പിൻഭാഗം കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നടിയെ കൈ പിടിച്ചിട്ട്, അനുവാദമില്ലാത്ത നടിയുടെ കൈ പിടിച്ചിട്ട് കയ്യിലൊന്ന് കറക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ ഇട്ട നെക്ലേസിന്റെ, ബോച്ചെ കഴുത്തിലണിഞ്ഞ നെക്ലേസിന്റെ പിൻഭാഗം കാണാനല്ല ഈ കറക്കിയത് എന്തിനാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ബോച്ചെ എന്തിനാണ് ഹണിയെ കറക്കിയത്? പക്ഷെ അവര് ഉദ്ഘാടനത്തിന് വന്ന് അവരൊരു മാന്യമായിട്ട് അതിനോട് പ്രതിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവർ തിരിച്ചുപോയി. പക്ഷെ അവരെ ഒരു കമ്മോഡിറ്റിയെ പോലെ ഇങ്ങനെ മിസ്യൂസ് ചെയ്തു. അശ്ലീല പരാമർശങ്ങൾ, അശ്ലീല പെരുമാറ്റങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അവര് പിന്നീട് പല പരിപാടിക്കും ഹണി റോസിനെ ബോച്ചെ ക്ഷണിച്ചെങ്കിൽ അവർ പോയില്ല. പോകാതായപ്പോൾ അവർക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിലെ ഇതേപോലെ വാക്യത്തിൽ പ്രയോഗിച്ചുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യാവുന്ന പദപ്രയോഗങ്ങൾ നടത്തി. ഇതൊക്കെയാണ് കേസ്. ഇതൊരു സിമ്പിൾ കേസല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഹൈക്കോടതി പോലും അദ്ദേഹത്തിന് ജാമ്യ ഹർജി പരിഗണിക്കാതെ തൽക്കാലം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കും. ജയിലിൽ നിന്ന് പിന്നീട് വന്നിട്ട് ചൊവ്വാഴ്ച പരിഗണിക്കാം ജാമ്യ ഹർജി എന്ന് പറയേണ്ടി വരുന്നു കോടതിക്ക്. മറ്റൊരു ചടങ്ങിൽ, ഇതിപ്പോ ഒരു ചടങ്ങല്ലേ, ഇപ്പൊ ഒന്ന് പുള്ളിയുടെ തലശ്ശേരിയിലെ ഷോറൂമിന്റെ, ആലക്കോട്ടെ ഷോറൂമിന്റെ ഉദ്ഘാടനം കണ്ണൂർ, അതാണ് ഈ പ്രശ്നം ഉണ്ടായ ഒരു കാര്യം. രണ്ട്, വേറൊരു സംഭവമുണ്ട്. ഈ പിന്നെ ബോച്ചയുടെ ജുവലറി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീ കവിത, അവര് പിന്നീട് ആ ജോലി വിട്ടിട്ട് ഒരു ബ്യൂട്ടി പാർലർ പിന്നെ തലശ്ശേരി തുടങ്ങി. അവരുടെ നാടവിടെയാണ് കവിത. അപ്പൊ അതിന്റെ പേര് പിന്നെ പ്ലേ ഫിറ്റ്നസ് എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. അതിന്റെ ഉദ്ഘാടനത്തിന് ഹണി റോസിനെയും ബോച്ചയും അവര് കവിത ക്ഷണിക്കുന്നു. ഇവരൊരുമിച്ച് അതിൽ പങ്കെടുക്കുന്നു. അത് മറ്റൊരു സംഭവമാണ്. അവിടെയും തലശ്ശേരിയിലും ആ ബോച്ചയുടെ പെരുമാറ്റം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് അദ്ദേഹം പറയുന്നത് ആകാര വടിവത്ത ഹണി റോസിനെ പോലുള്ള സുന്ദരിയെ ഈ ചടങ്ങിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വികാര വടിവത്ത, പെട്ടെന്ന് ആകാര വടിവത്ത, അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം, കാണുമ്പോഴേ അറിയാം. ആ വീഡിയോ മനഃപൂർവ്വം പറയുന്നതാണ്. സോറി ഒന്നും അതിൻ്റെ അകത്തൊരു അർത്ഥവും ഇല്ല. വികാര വടിവത്ത ഹണി റോസിനെയാണ് ബോബി ചെമ്മണ്ണൂര് കാണുന്നത്, ബോച്ചെ കാണുന്നത്. പെട്ടെന്ന് ആകാര വടിവത്ത, ഇത് 2 തവണ പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട് ഈ പ്രയോഗം. അത് തന്നെ സ്ത്രീയുടെ മോഡസ്റ്റിയെ ആക്ഷേപിച്ചതിന് കേസെടുക്കാൻ ധാരാളമാണ്. അപ്പൊ ഇതിന്റെ ഗുണപാഠം, ഇത്തിരി കാശ് കയ്യിലുണ്ട്, അല്ലെ ഞാൻ വലിയൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ വലിയ ബിസിനസ്സുകാരാണ്, എനിക്ക് ഒത്തിരി സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞിട്ട് നാക്ക് പിഴച്ചു പോകരുത്. നാക്ക് അവരുടെ ശത്രുവാകരുത്. സ്വന്തം നാക്കിനെ സൂക്ഷിക്കുക. അത് ചെയ്യാതെ പോയതിന്റെ ഫലമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ, ബോച്ചെ അനുഭവിക്കുന്നത്. ഇത് മറ്റുള്ളവർക്കെല്ലാം ഒരു പാഠം. സാധാരണ ആൾക്കാർ മുതൽ ഏത് സ്ഥാനത്തിരിക്കുന്നവർക്കും, ഏത് സെലിബ്രിറ്റിക്കും, ഏത് വ്യവസായിക്കും, ഏത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള സന്ദേശമാണ് ബോച്ചെ കേസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്.